ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യാഭ്യാസമാണ്. നാളത്തെ ബേസിക് സയൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 20 മാർക്ക് കെമിസ്ട്രിയിൽ നേടിത്തരാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് മിസ്സിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവൻ എൻ്റെ കുട്ടികൾ എല്ലാവരും ഉറപ്പായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിലെ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഏത്, റിയാക്റ്റൻസും പ്രോഡക്ട്സും ഏത് എന്ന് കണ്ടെത്തണം. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആരൊക്കെയാണോ പങ്കെടുക്കുന്നത് അവരാണ് റിയാക്റ്റൻസ് അല്ലേ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരെ നമുക്ക് അഭികാരകം എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആദ്യം എടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് അവർ മാത്രമേ ഉള്ളൂ അല്ലേ. കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഇവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ്. അഭികാരകം കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് അഥവാ ഇവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ആരാ മക്കളെ? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇനി അടുത്തത് കാൽഷ്യം ഓക്സൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ കാൽഷ്യം ഓക്സൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ റിയാക്റ്റൻസ് ആണ് അല്ലെങ്കിൽ അഭികാരകമാണ്. ഇവരെ റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നത് ആരാ മക്കളെ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണല്ലേ. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനി മക്കളെ, ഇതിലേതാണ് എൻഡോതെർമിക്, ഏതാണ് എക്സോതെർമിക്? താപമോചകം ഏത്, താപ ആഗിരണം ഏത്? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ മക്കളെ, ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സോതെർമിക് ഏതാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഡക്റ്റിന്റെ ഒപ്പം ഹീറ്റിനെ കണ്ടാൽ അത് എക്സോതെർമിക് ആണ് എന്നർത്ഥം. ഉൽപ്പന്നത്തിന്റെ ഒപ്പമാണ് നമ്മൾ താപത്തെ കാണുന്നതെങ്കിൽ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്, താപമോചക പ്രവർത്തനമാണെന്നർത്ഥം. അപ്പൊ ഇവിടെ ഉൽപ്പന്നത്തിന്റെ ഒപ്പം കാണുന്നത് എവിടെയാ? രണ്ടാമത്തെ റിയാക്ഷനിലാണ് അല്ലെ. അപ്പൊ എയും ബിയും എന്ന് മിസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബി ആണ് നമ്മുടെ താപമോചക പ്രവർത്തനം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻ. ഇനി റിയാക്റ്റന്റിന്റെ ഒപ്പമാണ് ഹീറ്റിനെ കണ്ടതെങ്കിൽ അതിൻ്റെ അർത്ഥം റിയാക്റ്റന്റ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു എന്നാണ്. സോ റിയാക്റ്റന്റിന്റെ ഒപ്പം ഹീറ്റിനെ കണ്ടാൽ അത് എൻഡോതെർമിക് ആയിരിക്കും. അഭികാരങ്ങളുടെ ഒപ്പം നിങ്ങൾ താപത്തെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ താപത്തെ ആഗിരണം ചെയ്യുന്നു എന്നാണ്. സോ അതൊരു താപാഗിരണ പ്രവർത്തനമായിരിക്കും. അപ്പോൾ എ ആണ് നമ്മുടെ താപാഗിരണ പ്രവർത്തനം അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. റെഡി? അടുത്ത ചോദ്യം. Haven't you noticed the caption shake well before use in certain medicine bottles? ചില മരുന്ന് കുപ്പികളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഈ കുപ്പികളിലുള്ള പദാർത്ഥം? ഒരു ട്രൂ സൊല്യൂഷൻ ആണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ? യഥാർത്ഥ ലായനിയാണോ അല്ലെങ്കിൽ കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ? നമുക്കറിയാം, ട്രൂ സൊല്യൂഷൻ ആണെങ്കിലും കൊളോയിഡ് ആണെങ്കിലും അതിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യില്ല അല്ലേ, അടിഞ്ഞു കൂടില്ല. ഒരു സസ്പെൻഷനിൽ മാത്രമാണ് കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കുറച്ചു നേരം അനക്കാതെ വെച്ചാൽ താഴെ അടിഞ്ഞു കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മരുന്ന് കുപ്പി ഏതാ? നമ്മുടെ കയ്യിലുള്ള മരുന്ന് കുപ്പി എന്ന് പറയുന്നത് ഒരു സസ്പെൻഷൻ ആയിരിക്കും. ഇനി എന്തിനാ നമ്മൾ അങ്ങനെ വെച്ചത്? എന്തുകൊണ്ടാ? ഒരു സസ്പെൻഷൻ എടുത്താൽ അതിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും അല്ലേ. പാർട്ടിക്കിൾസ് സെറ്റിൽ, അയ്യോ സ്പെല്ലിങ് തെറ്റിപ്പോയി, തുടക്കട്ടെ. പാർട്ടിക്കിൾസ് എന്താ മക്കളെ ചെയ്യാ? പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ അല്ലെ. കണികകൾ അടിഞ്ഞു കൂടുന്നു. ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാ, കണികകൾ എല്ലായിടത്തും ഒരേപോലെ വ്യാപിക്കാൻ, ടു ഡിസ്ട്രിബ്യൂട്ട് ദ പാർട്ടിക്കിൾസ് ഈക്വലി, എല്ലായിടത്തും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ നല്ലതുപോലെ കുലുക്കുന്നത്. ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മിസ്സാക്കി കളയരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ടേബിളിലെ സൊല്യൂട്ടും സോൾവെന്റും ലീനവും ലായകവും ഏതാണെന്ന് കണ്ടെത്തണം. അപ്പോൾ മക്കളെ, എവിടെയെങ്കിലും വാട്ടർ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെള്ളം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, ആ വെള്ളമായിരിക്കും സോൾവെന്റ്. അപ്പോൾ സോൾട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ സോൾട്ടും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലേ. വാട്ടർ ഉണ്ടോ അവനാണ് നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത് കേട്ടോ. വെള്ളമുണ്ടെങ്കിൽ, ഒരു ലായനിയിൽ ജലമുണ്ടെങ്കിൽ ആ ജലമായിരിക്കും എപ്പോഴും ലായകം. അപ്പോൾ ഉപ്പ് ലായനിയിലെ ലായകം എന്ന് പറയുന്നത് ജലമാണ്. സൊല്യൂട്ടാരം അഫ്കോഴ്സ് സോൾട്ട് ആണ് അല്ലേ. തീർച്ചയായിട്ടും അത് നമ്മുടെ സോൾട്ട് അല്ലെങ്കിൽ ഉപ്പാണ്. ഇനി ഓർണമെന്റൽ ഗോൾഡ്, ആഭരണ സ്വർണം. ഈ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡും അതേപോലെ കോപ്പറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ കുറച്ച് അളവിൽ കോപ്പറും കൂടിയ അളവിൽ സ്വർണ്ണമാണ്. അപ്പൊ കുറഞ്ഞ അളവിലുള്ള ആളാണ് സൊല്യൂട്ട്, കൂടുതൽ അളവിലുള്ള ആളാണ് ഗോൾഡ്, നമ്മുടെ സോൾവെന്റ്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ അളവിലുള്ള കോപ്പർ ആയിരിക്കും നമ്മുടെ സൊല്യൂട്ട് അല്ലെ. കോപ്പർ ആയിരിക്കും നമ്മുടെ സൊല്യൂട്ട്, ഗോൾഡ് ആയിരിക്കും നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത് അല്ലെ. കോപ്പർ ആണ് നമ്മുടെ ലീനം, സ്വർണമായിരിക്കും
നമ്മുടെ ലായകം. ഇനി സോഡ വാട്ടർ. സോഡ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ആരാണ്? സോഡ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ വെള്ളമുണ്ടോ? വെള്ളമുണ്ടെങ്കിൽ ആരാ സോൾവെന്റ്? വെള്ളമുണ്ടെങ്കിൽ വാട്ടർ ആണ് സോൾവെന്റ് അല്ലേ? ജലമാണ് നമ്മുടെ ലായകം. ഇതിലേക്ക് നമ്മൾ ലയിപ്പിച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇവനാണ് നമ്മുടെ സൊല്യൂട്ട് അഥവാ ലീനം. അങ്ങനെയാണെങ്കിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിലെ സൊല്യൂട്ടും സോൾവെന്റും ആരാണെന്ന് എൻ്റെ കുട്ടികൾ കമന്റ് ചെയ്യണം. മക്കളെ ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. നിങ്ങളെ നാളെ ഫുൾ മാർക്ക് നേടിപ്പിക്കാൻ എല്ലാ സബ്ജക്റ്റിനും, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി മൂന്നിനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിത്തരാൻ നമ്മുടെ ടീം മൊത്തം ഇറങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ടാവണം. സോ വൈകിട്ട് കൃത്യം 7 മണിക്ക് കാണാം. ബൈ.